കാസർഗോഡ് ചിറ്റാരിക്കാൽ സബ് ജില്ലാ കലോത്സവത്തിൽ നിർബന്ധിത പിരിവ്. ലോഡ്ജ് ഉടമയ്ക്ക് നേരെ ആക്രമണവും വധഭീഷണി മുഴക്കിയതായും പരാതി. കോൺഗ്രസ് നേതാവ് റോഷി ജോസാണ് ഭീഷണി മുഴക്കിയത്. ചെറുപുഴ പഞ്ചായത്തിൽ അധികാരത്തിൽ വരുമെന്നും സംരംഭം നശിപ്പിക്കുമെന്നായിരുന്നു ഭീഷണി. ബിന്ദു ജ്വല്ലറി കാസർഗോഡ്. ഗോൾഡ്, ഡയമണ്ട്, ബേർസ്റ്റോൺ, സിൽവർ 100% BIS 916 ഹോൾമാർക്ക് ഗോൾഡ്. എന്നെ മാന്യത പഠിപ്പിക്കാനും കെട്ടി നമ്മുടെ കാര്യങ്ങൾ സന്തോഷം. നമുക്ക് ഇനിയും കാണാം. യേശുദാസ് നല്ലൊരു സംരംഭമായിട്ടുണ്ട്. ഞാനും നല്ല സംരംഭമായിട്ട് ഇനിയും വരും. നമ്മൾ കാണുകയും ചെയ്യും. നമ്മൾ തമ്മിൽ നല്ല ബന്ധത്തിൽ പോവുകയും ചെയ്യും. നല്ല ബന്ധത്തിൽ കുറിച്ച് നോക്കണം. നല്ല ബന്ധത്തിൽ കുറിച്ച് നോക്കണം. എന്റെ പൊന്നു റോട്ടുമാണ് നമ്മള് മനുഷ്യരെ ഉപദ്രവിക്കാൻ പറ്റും. ഞാൻ ഉപദ്രവിച്ചിട്ടില്ല. നീ പറഞ്ഞ ഞാൻ ഉപയോഗിച്ചത് കളിക്കണ്ടേ സംശയമാരല്ല. നിന്നെ മര്യാദ ഉപയോഗിക്കാൻ നമുക്കറിയാം. നീ കുറിച്ച് വെച്ചോ. നീ ഇവിടെ ഞാനിപ്പം പറയുന്നു, ഈ നല്ല ദിവസം നീ കുറിച്ച് വെച്ചോ. നീ ഇതിനെ അനുഭവിച്ചു. എന്നാ അനുഭവിക്കുന്നത്? കാര്യങ്ങൾ പറഞ്ഞല്ലോ. കാര്യങ്ങൾ ഉള്ളത് പറഞ്ഞല്ലോ. അത് അനുഭവിക്കും. നീ അനുഭവിച്ചോ. കാസർഗോഡ് ചിറ്റാരിക്കാൽ സബ് ജില്ലാ കലോത്സവത്തിൽ നിർബന്ധിത പിരിവ് നടത്തിയതായി പരാതി. ലോഡ്ജ് ഉടമയ്ക്ക് നേരെ വധഭീഷണിയും ആക്രമണവും നടത്തിയെന്നും പരാതി. കോൺഗ്രസ് നേതാവും അധ്യാപകനുമായ റോഷി ജോസാണ് ഭീഷണി മുഴക്കിയത്. ചെറുപുഴ പഞ്ചായത്തിൽ അധികാരത്തിൽ വരുമെന്നും സംരംഭം നശിപ്പിക്കുമെന്നും ഭീഷണി മുഴക്കുകയായിരുന്നു അത്രേ. ഇതിനുശേഷവും നിരന്തരം വധഭീഷണി മുഴക്കുന്നതായും സംരംഭകൻ പറയുന്നു. സംഭവത്തിൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ഒക്ടോബർ 15-ാം തീയതി എൻ്റെ കുണ്ടനിർത്തുള്ള ഒരു സ്ഥാപനത്തിൽ പാലാവയിൽ സ്കൂൾ കലോത്സവവുമായിട്ട് ബന്ധപ്പെട്ട് 3 അധ്യാപകർ, റോഷി മാഷ് അടക്കമുള്ള 3 അധ്യാപകർ അവിടെ വരികയും അവരെന്നോട് ഒരു 10,000 രൂപ സംഭാവന ആവശ്യപ്പെടുകയും ചെയ്തു. ഞാനപ്പോൾ അവരോട് പറഞ്ഞു, ഞാൻ ഈ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ, വരുമാനമൊന്നും ആയിട്ടില്ല. ഒരു മാസം എനിക്ക് 7,500 രൂപയാണ് കിട്ടിയിരിക്കുന്നത്. 2 സ്റ്റാഫിനായിട്ട് 30,000 രൂപ എനിക്ക് ചിലവുണ്ട്. അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ഞാൻ പോകുന്നത്. എനിക്ക് അത്രയും രൂപ തരാനില്ല. ഞാനൊരു 1,000 രൂപ തരാമെന്ന് പറഞ്ഞു. അപ്പം അവരാദ്യം അത് നിർബന്ധിച്ചു. പിന്നീട് ഞാൻ തരുകയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ റോഷി മാഷ് 2,000 രൂപയുടെ ഒരു രസീത് എനിക്ക് എഴുതി തന്നു. 2 കൂപ്പൺ മുറിച്ച് എനിക്ക് തന്നു. ഞാൻ പറഞ്ഞു, ഞാൻ 1,000 രൂപ തരുള്ളൂ എന്ന് പറഞ്ഞാൽ 1,000 രൂപ കൊടുത്തു. ബാക്കി 1,000 രൂപയുടെ കൂപ്പൺ തിരിച്ചു കൊടുത്തു. റോഷി മാഷ് പെട്ടെന്ന് എന്നെ ഭീഷണി സ്വരത്തിൽ സംസാരിക്കുകയും, നീ കോഴിച്ചാലുള്ളവനല്ലേ, നീ കോഴിച്ചാലിലേക്ക് വാ, അവിടെ വെച്ച് കാണാം എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തു. ഗുണ്ടായസം കളിക്കേണ്ടവർക്ക് ഗുണ്ടായസം ഞങ്ങൾ കളിച്ചിരിക്കും എന്നും പറഞ്ഞ് താഴോട്ടിറങ്ങി വണ്ടിയിൽ കയറുന്നതിന് മുമ്പ് എന്നെ ശാരീരികമായിട്ട് ഉപദ്രവിക്കുകയും ചെയ്തു. ഞാൻ ഈ വിവരം പോലീസ് സൂപ്രണ്ടിനെ അറിയിച്ചിട്ടുണ്ട്, ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.